ഹലോ മുത്തമണീസ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും അല്ലേ. അത് ചിലപ്പം ഭയങ്കര സക്സസ് ആയിരിക്കും, ചിലപ്പോൾ അത് പക്ക ഫ്ലോപ്പായിരിക്കും. ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്ന വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ഒരു 90% ഫ്ലോപ്പായിരിക്കും അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ദേഷ്യമാവാം, സങ്കടമാവാം, സ്നേഹമാവാം, പലതുമാവാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ വരുന്നത്. ഈ തീരുമാനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുകയില്ല. അപ്പം ആ സമയത്ത് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് അത് ബുദ്ധിമുട്ടായ അവസ്ഥകളിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഒരു 2-3 മാസങ്ങൾക്ക് മുന്നെയാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കളായിരുന്നു. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് പെൺകുട്ടിക്ക് വിവാഹപ്രായമായി, പക്ഷേങ്കിൽ ആൺകുട്ടി തീരെ മൈനറായിരുന്നു, തീരെ ചെറുതായിരുന്നു. അപ്പം ഈ അച്ഛന്മാർക്ക് കൂടുതലും ഈ പെൺകുട്ടികളോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഒരു ടീനേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിവാഹം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇവർ കുറേ എതിർത്തെങ്കിലും അത് നടന്നില്ല. അവളുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് പോയി. ഈ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും എന്തെന്നില്ലാത്തൊരവസ്ഥ ഇങ്ങോട്ട് വന്നു. ആ ഒരു ദേഷ്യത്തിൽ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ, പുള്ളിയുടെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ഈ മോൻ്റെ പേരിലേക്കാക്കി. അതായത് വിൽപ്പത്രം എഴുതി വെച്ചു. അതായത് ഈ മോൾക്ക് അവൾ എന്തായാലും ഞങ്ങളെ ഇഷ്ടപ്പെടാതെ ഞങ്ങളുടെ തീരുമാനങ്ങളെ മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവൾക്ക് എന്നിലുള്ള യാതൊരു അവകാശവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രോപ്പർട്ടി എല്ലാം ഈ മോൻ്റെ പേരിലേക്ക് എഴുതി വെച്ചു. ആ കുട്ടി അന്ന് മൈനറാണ്. അപ്പം അതിനകത്തൊരു ആ താമസിക്കുന്ന വീടും ആ ഒരു പുരയിടവും മാത്രമേ അമ്മയുടെ പേരിലുള്ളൂ. ബാക്കി മുഴുവൻ ഈ കുഞ്ഞിൻ്റെ പേരിലേക്കാണ് ആക്കിയിരിക്കുന്നത്. കാരണം പിന്നീട് ഈ അമ്മയ്ക്ക് പോലും ഇവൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൽപ്പത്രം എഴുതി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അധികം താമസിയാതെ തന്നെ ഈ അച്ഛന് അറ്റാക്ക് വന്നു. അപ്പം കുറച്ച് സീരിയസ് ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛന് മോളെ കാണണമെന്നുണ്ട്. മോൾക്ക് കുറച്ച് ഇതൊക്കെ ആ ഒരു സമയം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആ ഒരു വൈരാഗ്യവും ദേഷ്യവും സങ്കടവും അതെല്ലാം പെട്ടെന്ന് നമ്മളങ്ങോട്ട് മറക്കും. എല്ലാവരെയും കാണണമെന്നും ഒരുമിച്ച് പോകണമെന്നും ഒക്കെ ആഗ്രഹം വരുന്നൊരു സമയമായിരിക്കും. അപ്പം അങ്ങനെ പുള്ളിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു വിൽപ്പത്രം എഴുതിയ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അറിയുന്നത്. പ്രശ്നം അവിടെ ഒന്നുമല്ല. ഈ ആൺകുട്ടി കുറച്ചൊരു ടീനേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും അറിഞ്ഞു ഇത്രയും ഒരു ആസ്തി ഈ കുട്ടിയുടെ പേരിലുണ്ട് എന്നുള്ളത്. കൂട്ടുകാരായിട്ടും ബന്ധുക്കളായിട്ടും പലരുമായിട്ടും അതിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കൊച്ച് ആര് പറഞ്ഞാലും പിന്നെ കേൾക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു. സുഹൃത്തുക്കൾ പറഞ്ഞാലും മാത്രമേ കേൾക്കുള്ളൂ. അതിങ്ങനെ തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് പോവുക എന്ന് പറയത്തില്ല. കുറേ ക്യാഷ് മെച്യൂർഡ് അല്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർ സ്വന്തമായിട്ടൊരു മെച്യൂരിറ്റിക്ക് അങ്ങ് ഉണ്ടാക്കി തോന്നിയ വഴിയെ പോകുന്ന ഒരു അവസ്ഥ. ഇത് അമ്മ പറഞ്ഞാൽ കേൾക്കാത്തൊരു സിറ്റുവേഷൻ വന്നു. ആർക്കും ഇവനെ നിയന്ത്രിക്കാൻ പറ്റാതായി. പല പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടി. ഈ പ്രോപ്പർട്ടി ഇവർക്ക് തിരിച്ച് എടുക്കാനും പറ്റത്തില്ല. ഇവൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടും വിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും മറ്റുള്ളവർ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ആ അച്ഛനത് അബദ്ധം എന്ന് തോന്നിയിട്ടുണ്ടാവും ഒരു പക്ഷേ എന്നല്ല, അത് അബദ്ധമായിപ്പോയി. കാരണം അങ്ങനെ ചെയ്യരുത് ഒരു കാരണവശാലും. ഇപ്പോൾ ഈ അമ്മയുടെ പേരിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പേരിലേക്കായിരുന്നാലും ആ ഒരു കുട്ടിയുടെ പൂർണ്ണ ഇതിലേക്ക് എഴുതി വെച്ചത് ആ ഒരു ദേഷ്യത്തിൽ മോള് പോയതിൻ്റെ ആ ഒരു സങ്കടവും ദേഷ്യവും എല്ലാം ഉള്ളിൽ ഒതുക്കി എടുത്ത ആ ഒരു നിമിഷത്തെ തീരുമാനമായിരുന്നു അങ്ങനെ ആയിപ്പോയത്. ആ സമയത്ത് ചിന്തിച്ചെടുത്തൊരു തീരുമാനമായിരുന്നെങ്കിൽ അത്രയ്ക്കും ഒരു പ്രശ്നം വരില്ലായിരുന്നു. അങ്ങനെ നമ്മൾക്കും ചില സമയത്ത് ചിലരോട് ഭയങ്കര ദേഷ്യം തോന്നിയിട്ട് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ പിന്നീട് അത് അബദ്ധമായിട്ട് പറ്റിക്കും. ആ ഒരു തീരുമാനം ഒരു പൊട്ടത്തരമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വരും. സങ്കടത്തോടെ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ അത് നല്ല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പോലും ബുദ്ധിമുട്ട് വന്നിട്ട് അതൊന്നും വേണ്ട, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചില ഇൻസിഡൻസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരുന്ന് പിന്നീട് അത് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് ഈട്ടുപിടിയുന്നു. അതായത്
ഒരു ചാട്ടത്തിന് നമ്മൾ കിണറിലേക്ക് ചാടിക്കഴിഞ്ഞാൽ 2 ചാട്ടത്തിന് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണിത്. നമ്മൾ ആ ഒരു ഒറ്റബുദ്ധിക്ക് എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് അത് പല ദോഷങ്ങളിലേക്കും ചെന്ന് ചാടും. അതുകൊണ്ട് ദേഷ്യവും സങ്കടവും വികാരങ്ങളൊന്നും വേണ്ടാന്നല്ല പറയണേ, ഇമോഷൻസ് വേണം. പക്ഷേ ആ ഒരു സമയത്ത് കഴിവതും ഈ വക പരിപാടികൾ നമ്മൾ ഉറച്ച തീരുമാനങ്ങളൊന്നും എടുത്ത് കുട്ടി ഘോഷിക്കാതിരിക്കുക. പിന്നീട് അത് നമുക്ക് തിരിച്ചൊന്ന് തിരുത്തണം എന്നുണ്ടെങ്കിൽ നടക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ തെറ്റായ ചില ധാരണകൾ കൊണ്ടും ഇമോഷൻസ് ഉണ്ടാവാം. ഒരാളോടൊരു ദേഷ്യം തോന്നി, ഒരു വൈരാഗ്യം തോന്നി, അല്ലെങ്കിൽ സങ്കടം തോന്നി, ചിലപ്പം ആ വ്യക്തി നിരപരാധിയായിരിക്കും. നമ്മൾ കേട്ടറിവ് വെച്ചിട്ടും നമ്മൾ കണ്ണിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പൂർണ്ണമാവണമെന്നില്ല, സത്യമാവണമെന്നില്ല. നമ്മളൊരു ഒരു സംഭവം നടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും കാണുന്നത്, ചിലപ്പോൾ അതിൻ്റെ എൻഡ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മിഡിലായിരിക്കും കാണുന്നത്. സ്റ്റാർട്ടിങ് ടു എൻഡ് കണ്ടെങ്കിൽ മാത്രമേ അത് എന്തുകൊണ്ടാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ വീക്ഷിച്ചിട്ട് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും, പലരെക്കുറിച്ചും നമ്മൾ മുൻവിധിയോടെ കാണുന്ന പല കാര്യങ്ങളും തെറ്റായിരിക്കും. അതിപ്പോൾ പാരൻസിൻ്റെ കാര്യത്തിലല്ല, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ എടുപിടിയെന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ഈ കൊലപാതകം വരെ നടന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലൊക്കെ ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ തീർക്കാൻ വേണ്ടി എത്രയോ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കണു. അതൊക്കെ ആ ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് വരുന്ന ഓരോരോ പൊട്ടയായിട്ടുള്ള തീരുമാനങ്ങളാണ്. അവരാ പോയതിൻ്റെ ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കാരണം ചെയ്ത് കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളാണ് അല്ലേ? അതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കിയതുകൊണ്ട് വല്ല കാര്യമുണ്ട്. അപ്പോഴത്തേക്കും ലൈഫ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വക പരിപാടികളിലേക്ക് ഒന്നും പോവാതിരിക്കുക. ആലോചിച്ച് ചിന്തിച്ച് നമുക്കൊരു പെട്ടെന്നൊരു തീരുമാനം, എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം 9 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം അതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് ആലോചിക്കാം ഏത് വഴിയിലൂടെ പോയാൽ എവിടെയൊക്കെ എത്തും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഏതെല്ലാം രീതിയിൽ എന്നെ തിരിച്ച് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഏതെല്ലാം രീതിയിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പല വട്ടം നമ്മൾ ആലോചിക്കുക. ഇൻ കേസ് നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷേ അത് തേടുന്ന ആൾക്ക് അതിനുള്ള വെളിവും വെള്ളിയാഴ്ച ഉള്ള ആളായിരിക്കണം എന്ന് മാത്രമല്ല, അല്ലാണ്ട് നമ്മളെപ്പോലെയുള്ള നമുക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെപ്പോലെയുള്ള ഒരാളുടെ അടുത്ത് നിന്നിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് പൊട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാളും നല്ലത് ചോദിക്കാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്തൊരു തീരുമാനം ഒരു കുടുംബത്തിലെടുക്കുമ്പോഴും ഭാര്യയും ഭർത്താവും രണ്ടുപേരും അറിഞ്ഞ് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന ഒരാളാണ് ഞാനും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഞാൻ ഒരു എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഒരു വ്യക്തി തരാനുള്ള ഒരു എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ മനുഷ്യൻ ആ ക്യാഷ് കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞതേ ഉണ്ടായില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പം പിന്നീട് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൊടുത്ത ആളും ഇല്ല, വാങ്ങിയ ആൾ തിരിച്ചു തരുന്നുമില്ല. അനുഭവിക്കുന്നത് ഈ ബാക്കിയിരിക്കുന്ന ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമാണ്. ഇതുപോലെ പല അബദ്ധങ്ങളും പലർക്കും പറ്റിയിട്ടുണ്ടാവും. ഇപ്പം ഇതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഭാര്യ ഒരു ഭാഗത്തിരിക്കുക, അവർ വേറെ കാര്യങ്ങളൊന്നും അറിയണ്ട, സേഫായിട്ടൊരു ഭാഗത്തിരുന്നോളും, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ചിന്താഗതിയുള്ള ഭർത്താക്കന്മാരുണ്ട്. അവരിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയില്ല. പിന്നീട് അത് പൊട്ടത്തരമായി പോയി എന്ന് ചിന്തിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. എന്ത് കാര്യവും നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുടുംബത്തോട് ചർച്ച ചെയ്തതിന് ശേഷം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എല്ലാം മാറ്റിവെച്ച് മനഃശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പം മുത്തുമണികൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.